ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര നാൾ നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് എത്ര നാളിനി മുന്നോട്ടേക്ക് പോകുന്നുണ്ടായിരിക്കും, ഇത് ലൈഫ് ലോങ് ആണോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കാണ് ഞാൻ എപ്പോഴും ഇൻട്രൊഡക്ഷൻ കൊടുക്കാറ്. ആൻഡ് ഇൻട്രൊഡക്ഷൻ എപ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം എല്ലാ കാര്യത്തിനും. ഓക്കെ, എൻ്റെ റീഡിങ് കാണാൻ വരുന്നവർ ഒരിക്കലും എന്താ പറയുക, ലൈക്ക് അവരുടെ ഒരു കറണ്ട് ഫീലിങ്സ്, അവരുടെ ഫീലിങ്സ് മാത്രം നോക്കാനായിട്ട് നിങ്ങൾ വരരുത്. ഒരു റിലേഷൻഷിപ്പിലും അങ്ങനെ ഒരു മുൻകൂട്ടി ഒരു ധാരണ വെച്ചിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കിയേക്കാം കേട്ടോ. ഞാൻ എന്താണോ ഉള്ളത് കാണുന്നത് അതുപോലെയാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു തരുന്നതാണ് നിങ്ങളുടെ അടുത്ത്. മുൻപൊക്കെ ഞാൻ റീഡിങ് ചെയ്യുമ്പോൾ കൂടുതലും ഞാൻ ഫോക്കസ്ഡ് ആയിരുന്നത് അവരുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അവർക്ക് വേറെ കാര്യങ്ങളുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു ഡിവൈൻ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു മെസ്സേജ് വരുവാണ്. ഡിവൈൻ മെസ്സേജ് എന്നിലേക്ക് അറിയിക്കുകയാണ്. ശരിക്കും അത് നിങ്ങൾ ഒരിക്കലും ഒരു പേഴ്സണിൻ്റെ ഫീലിങ്സിനോട് മാത്രമായിട്ട് ആളുകളെ അപ്രോച്ച് ചെയ്യരുത്. ഓക്കെ, നിങ്ങളുടെ കർമ്മം എന്താണ്, അവരുടെ കർമ്മത്തെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കർമ്മത്തെ വ്യക്തമായിട്ട് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിൻ്റെ കർമ്മം എന്നുള്ള രീതിക്കാണ് എനിക്ക് മെസ്സേജ് വന്നത്. അതിന് ശേഷമാണ് ഞാൻ അത്തരത്തിലുള്ള വീഡിയോസ്, ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു വ്യക്തിയിലേക്ക് വരുന്ന എന്ത് കാര്യത്തിനാണെങ്കിലും അതിന് തക്കതായിട്ടുള്ള റീസൺ ഉണ്ട്. ഓക്കെ, ആ റീസൺസിനെയാണ് നമ്മൾ ആക്ച്വലി ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് എൻ്റെ കർമ്മവും, അതാണ് നിങ്ങൾ അറിയേണ്ടതും. അല്ലാതെ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് അറിഞ്ഞു വെച്ചുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള, നമ്മളെ ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. നമ്മളുടെ കർമ്മ എന്താണ്, ആ വ്യക്തിയുമായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ അറിഞ്ഞ് നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ലേറ്റർ നിങ്ങൾ അറിഞ്ഞോളും. ഓക്കെ, സോ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല. പേഴ്സണൽ റീഡിങ്ങിലാണ് നിങ്ങളുടെ ഏറ്റവും എന്താ പറയുക ടോട്ടൽ എനർജി നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. സോ ഇത് ജനറൽ റീഡിംഗ് ആണ്. ചില കാര്യങ്ങൾ റീസണേറ്റ് ആയിട്ട് വരും നിങ്ങളുടെ എനർജി പ്രകാരം. ഒരുപാട് പേരുടെ എനർജി ഇവിടെ കണക്റ്റഡ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം ഈ വ്യക്തിയുമായിട്ട് എത്ര നാൾ ഈ ഒരു ബന്ധം ഇനി മുന്നോട്ട് പോകും. ഓക്കെ, അല്ലെങ്കിൽ ലൈഫ് ലോങ്ങിലേക്കാണോ ഡിവൈൻ ഇത് തന്നിട്ടുള്ളത് നോക്കാം. നിങ്ങൾ ആ വ്യക്തിയുടെ പേര് മനസ്സിൽ വിചാരിക്കുക 3 തവണ. നമുക്ക് നോക്കാം. ധർമ്മ, യെസ് ഓഫ് കോഴ്സ് കർമ്മ, ബിയോണ്ട് പ്ലഷർ. ഇപ്പം എത്തി നിൽക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഞാൻ വഴിയെ പറയാം കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ദ ഹേർട്ട്. സോ അപ്പോൾ ഓരോ വ്യക്തിയുമായിട്ട്, ദാറ്റ് മീൻസ് ഓരോ സോളുമായിട്ട് നമ്മൾക്ക് നമ്മളെ ജീവിതത്തിൽ ഓരോ കർത്തവ്യങ്ങളുണ്ട്. ഓക്കെ, ഒന്നും ചുമ്മാ വന്ന് നമ്മളിൽ കണക്റ്റഡ് ആകുന്നതല്ല, ഒന്നും ചുമ്മാ വന്ന് നമ്മളിൽ എക്സ്പീരിയൻസ്ഡ് ആകുന്നതല്ല. മനസ്സിലാക്കുക. ഡിവോഷൻ. ഓക്കെ, വർക്ക് വിത്തൗട്ട് അറ്റാച്ച്മെൻറ്റ്. ലോട്ട്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഈസ് ഹിയർ. ഒരുപാട് അറ്റാച്ച്മെൻറ്റ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കാർഡ്സ് എല്ലാം വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളൊരു കാർഡ്സ്. സോ ഞാൻ എൻ്റെ റീഡിങ് കൊടുക്കുന്നത് ഒരു കാർഡ്സിനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല. ഒരു ടാരറ്റ് റീഡർ റീഡിങ് കൊടുക്കുന്നത് എപ്പോഴും അവരുടെ ഇൻഡ്യൂഷൻ വഴിയാണ്. ചിലവർ ചോദിക്കും പേഴ്സണൽ റീഡിങ്ങിൽ ആ കാർഡ് വ്യക്തമാക്കുന്നത് എന്താ, ഈ കാർഡ് വ്യക്തമാക്കുന്നത് എന്താ. ചിലവർക്ക് ഞാൻ ചക്ര റീഡിംഗ് ആണ് കൊടുക്കുക, ടാരറ്റ് റീഡിങ് മാത്രമല്ല. നമ്മൾ ആ സമയത്ത് നമ്മൾ ഇൻഡ്യൂഷൻ, നമുക്ക് നമ്മളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് അല്ലെങ്കിൽ ഡിവൈൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇതാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള കാര്യം. അപ്പോൾ
യാ ഇവിടെ ഈ ഒരു വ്യക്തിയുമായിട്ട് ഇത് ചുമ്മാ വന്ന് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല നിങ്ങളുടെ ലൈഫിലേക്ക്. ഇത് വ്യക്തമായിട്ടുള്ള പർപ്പസോട് കൂടിയിട്ട് തന്നെ ഡിവൈൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത്. മിക്ക ആൾക്കാർക്കും ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. ആൻഡ് ലോട്ട്സ് ഓഫ് പീപ്പിൾ ഹാവ് ദ കാർമിക് സോൾമേറ്റ് കണക്ഷൻ. അതായത് കർമ്മ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള കണക്ഷനെയും കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അത് കാർമിക് സോൾമേറ്റ് എന്നും നമുക്കത് പറയാം. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏകദേശം ഇവിടെ നമ്മൾ കണ്ടു ബിയോണ്ട് പ്ലഷർ. അതായത് ഇത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇത്തിരി എന്താ പറയുക സന്തോഷകരമായിട്ടല്ല, ഇത്തിരി ദുഃഖകരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇതൊരു എൻഡപ്പിലേക്ക്, ചില വ്യക്തികൾക്ക് എൻഡപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സൂചനയാണ് നമുക്കിവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. സോ ആർക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻ്റ്ലി വളരെ ഭയാനകരമായിട്ടുള്ളൊരു ടോക്സിസിറ്റി റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യുന്നവർക്ക് എന്നിവിടെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ദ 3 ഗുണസ്. അതായത് ചിലവർക്ക് ഒരു 3 പേഴ്സൺ എനിക്കിവിടെ കാണിക്കുന്നുണ്ട് 3 ഗുണസ്. അതായത് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ വേറൊരു പാർട്ടിയിൽ കണക്റ്റഡ് ആണ്. നിങ്ങൾ ചിലപ്പോൾ മാരീഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു കണക്റ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വേറൊരു കാര്യത്തിലേക്ക് കണക്റ്റഡ് ആയിരിക്കണം. ഇതിൽ ഏതോ ഒരു വ്യക്തിക്ക് നിങ്ങൾക്കായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് ഇപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നില്ല. പകരം ഈ ഒരു പേഴ്സണിൻ്റെ അടുത്താണ് വളരെയധികം ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ആണ്. അതായത് മുറിച്ചിട്ടാൽ പോലും നിങ്ങൾക്ക് പിരിയാനാകാത്ത വിധത്തിലുള്ളൊരു അറ്റാച്ച്മെൻറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. ശ്വാസം നിലച്ചു പോകുന്നുള്ളൊരവസ്ഥ ഉണ്ടല്ലോ. ഈ പേഴ്സൺ നിങ്ങളെ മര്യാദയ്ക്കൊന്ന് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു മെൻ്റൽ ഡിസ്റ്റർബൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ടോക്സിസിറ്റി നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് എൻഡപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സൂചനയാണ് ഇത്തരത്തിലുള്ളൊരു ഭയാനകരമായിട്ടുള്ള ടോക്സിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഫേസ് ചെയ്യുന്നവർ അതെന്തൊക്കെയാണെന്നുള്ള സൂചനയായിട്ട് ഇവിടെ കാണിക്കുന്നത് ഇവിടെ അവോയ്ഡിങ്. അതായത് നിങ്ങളെ വ്യക്തി അത് അറിഞ്ഞും അറിയാതെയും അവരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് അവഗണന വരുന്നുണ്ട്, അവോയ്ഡിങ്സ് വരുന്നുണ്ട്. അത് അറിഞ്ഞും അറിയാതെയും. ചില വ്യക്തികൾക്ക് അതറിയാതെയാണ്, അത് ഇൻറ്റൻഷനലി അതാകുന്നതല്ല, അവരറിഞ്ഞിട്ടല്ല. പക്ഷേ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ദിസ് കർമ്മ ഈസ് ഗോയിങ് ടു എൻഡ്. അങ്ങനെയുള്ളവർക്ക് അറിഞ്ഞും അറിയാതെയും, അതാണ് ഞാനിവിടെ നിന്ന് എടുത്ത് പറയാൻ കാരണം. ഓക്കെ, കോളിംഗ് ഓഫ് ദ സോളിനെ കോൾ ചെയ്യുന്നുണ്ട് തിരിച്ച്. അതായത് നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണിൻ്റെ സോളിനെ ആ ഒരു ഡിവൈൻ എനർജി തിരിച്ച് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കർമ്മ അവിടെ എൻഡപ്പിലേക്ക് കടക്കുകയാണ് എന്നുള്ളതിന് നിങ്ങളിത് കണ്ട് പാനിക് ആവാതെ മുഴുവൻ റീഡിങ് കേൾക്കുക. ഇതിനുള്ള സൊല്യൂഷനും കൂടി നമ്മൾ ഇവിടേക്ക് കാണിക്കുന്നുണ്ട് ഡിവൈൻ. അത് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം ഞാൻ പറയാം. അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഈ ഒരു ടോക്സിസിറ്റി എന്ന് പറയുന്നത് അവോയ്ഡിങ്സ് നന്നായിട്ട് കാണുന്നുണ്ട്. അത് പല സാഹചര്യങ്ങളാലും അങ്ങനെ വരുത്തുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഈ കണക്ട് ചെയ്തിട്ടുള്ള പെർട്ടിക്കുലർ പേഴ്സണ് പണ്ടത്തെ പോലെ നിങ്ങളെടുത്ത ആ ഒരു പെർമനൻറ്റ് ലെവൽ ഓഫ് സ്റ്റെബിലിറ്റി അവർ വാല്യൂ തരുന്നുണ്ടായിരിക്കില്ല. അവർ നിങ്ങൾക്ക് തരുന്ന ആ ഒരു വാല്യൂ, ഇമ്പോർട്ടൻസ്, അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കില്ല. ഇന്ന് അവർ തരുന്നുണ്ടെങ്കിൽ നാളെ അതവർ തരുന്നുണ്ടായിരിക്കില്ല. ഇന്ന് നല്ല സ്വഭാവം കാണിച്ചാൽ നാളെ അവർക്ക് വേറൊരു സ്വഭാവമായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് സം പീപ്പിൾ ഹാവ് ദ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം എന്താ പറയുക അട്രാക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട് ചില വ്യക്തികൾക്ക്. എല്ലാവർക്കുമല്ല, ഞാൻ പറഞ്ഞത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാം കൂടിയിട്ടാണ് നമുക്കിവിടെ റീഡിങ് കിട്ടുക. പേഴ്സണൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയിൽ കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കാം. ഇപ്പം നിങ്ങൾ ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ വിളിക്കാത്തത്, മെസ്സേജ് അയക്കാത്തത്. അപ്പോൾ അവർ ഓരോരോ ന്യായങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ സിറ്റുവേഷൻ അതാണ് എന്നുള്ളതായിരിക്കും
ഏറ്റവും കൂടുതൽ അവർ പറയുന്നുണ്ടായിരിക്കുക, എന്തെങ്കിലും ഫിനാൻഷ്യലി അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് വൈസ് അല്ലെങ്കിൽ ഫാമിലി വൈസ്. ഇഫ് ദർ ഈസ് എനി ട്രൂ ലവ്, അതായത് ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ സ്ട്രോങ് ആ ഒരു കണക്ഷൻ നിങ്ങളടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അൺഫിനിഷ്ഡ് കർമ്മ എന്ന് പറയും, അൺഫിനിഷ്ഡ് കർമ്മയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നതെങ്കിൽ അത് നന്നായിട്ട് പോകും. ട്രൂ ലവ് ഉള്ള ആൾ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളൊന്ന് വിളിക്കാനൊരു സമയമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചെറിയ സമയം എങ്കിലും അവർ കണ്ടെത്തും. ഓക്കെ, സോ ഇവിടെ അൺഫിനിഷ്ഡ് കർമ്മയല്ല, ഓൾറെഡി ഫിനിഷ് ആകാൻ പോകുന്ന തരത്തിലുള്ളൊരു കർമ്മയാണ്. ആ കർമ്മ എന്താണ്? നിങ്ങൾക്ക് വളരെയധികം കാർമികമായിട്ടുള്ള കർമ്മയിലാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. സോ ഇങ്ങനെ ഡിവൈൻ ഉദ്ദേശപ്രകാരം കണക്റ്റഡ് ആകുന്ന ഒരു വ്യക്തിയിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. നിങ്ങളുടെ മനസ്സ് വളരെയധികം നിങ്ങളെ കൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാത്ത പക്ഷത്തിൽ നിങ്ങളെ മനസ്സ് അവിടെ മാറിയിട്ടുണ്ടായിരിക്കും. ഈ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങളുടെ കുടുംബം പോലും ഇപ്പം നിങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബത്തെക്കാളും പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നത് ഈ ഒരു പേഴ്സണിലേക്കാണ്. അങ്ങനെ ഒരുമാതിരി മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഉത്തരം കിട്ടുന്നില്ല. പലരും ഡിവൈനോട് ചോദിക്കുന്നുണ്ട്. കൺഫ്യൂഷൻ സ്റ്റേജിലാണ് പലരുടെയും എനർജി നിൽക്കുന്നത്. ഇറ്റ്സ് എ കൺഫ്യൂഷൻ. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്തിനാണ് എനിക്ക് ഇത്തരത്തിലുള്ള വിഷമങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, നിങ്ങൾ മുൻപും ചിലപ്പോൾ നിങ്ങളുടെ പല പേഴ്സൺസുമായിട്ട് നിങ്ങൾക്ക് ഒരു ക്രഷ് ഫീലിങ്സും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഇതേവരെക്കും തോന്നാത്ത ഒരു ടൈപ്പ് ഓഫ് ഒരു വികാരമാണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് തോന്നുന്നത്. ഓക്കെ, അത്രമാത്രം ഇപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും എന്താണ് സ്നേഹം, എന്താണ് ഒരു വ്യക്തിയോട് അമിതമായിട്ടുള്ളൊരു അഡിക്ഷൻ എന്നുള്ള കാര്യത്തിലേക്കൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടായിരിക്കും. ആൻഡ് ഈ ഒരു വ്യക്തി ചെറിയ കാര്യത്തിലെങ്കിലും നിങ്ങളടുത്ത് കള്ളം പറഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് ആ ഒരു വ്യക്തി വിളിച്ചിട്ടും എടുക്കാതെയും സംസാരിക്കാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ദിവസം മുഴുവനും നിങ്ങൾക്ക് തോട്ട്സ് വരുന്നത്, നിങ്ങൾക്ക് വേറൊരു കാര്യത്തിലേക്കും ഇപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. തോട്ട്സ് മൊത്തത്തിൽ ഈ ഒരു പേഴ്സണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ കർമ്മ കഴിയുന്ന സോളിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിർത്താനാകും. ഇവിടെ എന്താണ് ഞാനത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങളുടെ റൊമാൻറ്റിക് ഏഞ്ചൽസ് എന്ന് പറയാം, റൊമാൻസ് ഏഞ്ചൽസ്. നമുക്ക് ഇഷ്ടംപോലെ ഏഞ്ചൽസ് ഉണ്ട്, ഗാർഡിയൻ ഏഞ്ചൽസ്, റൊമാൻറ്റിക് ഏഞ്ചൽസ്. നമ്മൾ ലവ് റിലേഷൻഷിപ്പിൻ്റെ റീഡിങ് എടുക്കുമ്പോൾ കൂടുതലും റൊമാൻസ് ഏഞ്ചൽസിനെയാണ് കോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ റൊമാൻറ്റിക് ഏഞ്ചൽസ് അല്ല റൊമാൻസ് ഏഞ്ചൽസിൻ്റെ ഒരു പ്രഭാവം നിങ്ങളിൽ സ്ട്രോങ് ആണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആണ്. സോ അവരുടെ ഒരു സപ്പോർട്ട് മൂലമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താനും അത് ഓപ്പൺ ചെയ്യാനും നിങ്ങളെ തോന്നിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കർമ്മ കഴിയുന്നുണ്ടെങ്കിലും പിടിച്ചു നിർത്താം. അതായത് നിങ്ങൾ തമ്മിലുള്ള വളരെയധികം കാർമികമായിട്ടുള്ള ബോണ്ടാണ് എനിക്കിവിടെ തെളിഞ്ഞു വരുന്നത്. ധർമ്മയുണ്ട്. ധർമ്മ മീൻസ് കർമ്മ റിലേറ്റഡ് തന്നെയാണ് ഇവിടെ. ഓഫ് കോഴ്സ്. അപ്പോൾ ഇവിടെ കാർമിക് ബോണ്ട് നന്നായിട്ട് നിങ്ങൾക്ക് തമ്മിൽ കാണുന്നുണ്ട്. സംതിങ് റിലേറ്റഡ് ടു എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കണം. ഓക്കെ, എപ്പോഴും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് മുൻപത്തെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇത് വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ളൊരു കർമ്മ ബോണ്ടിങ്, അത് കാർമിക്, അത് ബാഡ് കർമ്മയിലാണ് നിൽക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ സിറ്റുവേഷൻസ് വളരെയധികം ബാഡായിട്ട് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ബാഡ് കർമ്മയെ നിങ്ങൾ കട്ട് ചെയ്യുക. ഓക്കെ, പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ബെഗ് ചെയ്തിട്ടോ ആവരുത് ഒരു സോളിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മളുടെ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിർത്തേണ്ടത്.
അവരവരായിട്ട് തന്നെ സ്നേഹം കൊണ്ട് നിൽക്കണം അല്ലേ. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കാർമിക് ബോണ്ടാണ് ഇവിടെ പ്രശ്നത്തിലാക്കുന്നത് നിങ്ങളെ. ഈ ഒരു കാർമിക് ബോണ്ട് നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ പ്യുവറായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്കിടയിൽ വരുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ അവരോടുള്ള നിങ്ങളുടെ അല്ലെങ്കിൽ ഡിവൈൻ എന്താ പറയുക കർമ്മയിൽ വന്നിട്ടുള്ള ആ ഒരു ബാഡ് കർമ്മ നിങ്ങൾ കട്ട് ചെയ്യുക. അതിനെ കോഡ് കട്ടിങ് ചെയ്താൽ മതി. കോഡ് കട്ടിങ് ഈസ് പോസിബിൾ ഹിയർ നിങ്ങളുടെ കാര്യത്തിൽ. ഓക്കെ, നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കോഡ് കട്ടിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്നാണ് നിങ്ങളുടെ റൊമാൻറ്റിക് ഏഞ്ചൽസ് ഇവിടെ അല്ലെങ്കിൽ ഗാർഡിയൻ ഏഞ്ചൽസ് വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ പറഞ്ഞപ്പോഴും പേഴ്സണിൻ്റെ ഫീലിങ്സ് മാത്രം അവിടെ മനസ്സിലാക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പം ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അവരെ മറക്കാനോ അല്ലെങ്കിൽ വിട്ടിട്ട് പോകാനോ പറ്റില്ല. അങ്ങനെയുള്ളൊരു കണക്ഷനാണിത്. ഓക്കെ, ആ ഒരു പേഴ്സൺ ഓഫ് കോഴ്സ് ഇവിടെ ആ ഒരു പേഴ്സണിൻ്റെ മൈൻഡ് ഞാൻ പറഞ്ഞല്ലോ ദ കോളിങ് ഓഫ് ദ സോൾ, അതായത് സോളിനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിവൈൻ ബാക്കിലോട്ട്. അപ്പോൾ ആ ഒരു സോളിന് നിങ്ങളോടുള്ള ആ ഒരു ഇൻറ്റൻസീവായിട്ടുള്ള ഫീലിങ്സും അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പേഴ്സണെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് ഇമോഷണലി അയാൾ നിങ്ങളിൽ നിന്നും വേർപെട്ടുകൊണ്ടിരിക്കുകയാണ് പല സാഹചര്യങ്ങളാലും. അവിടെ സാഹചര്യങ്ങൾ വരുന്നുണ്ട്. കുറച്ച് പേർക്ക് അവിടെ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് അത് അഫ്കോഴ്സ് അതിൻ്റെ ഒരു ഫാമിലി റിലേറ്റഡ്, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും വ്യക്തമായിട്ട് ഇന്നത്തെ റീഡിങ്ങിൽ. ഒരുപാട് ഞാൻ വലിച്ചു നീട്ടില്ല, വ്യക്തമായിട്ട് കാണുന്ന കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. സോ ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നാണ് നിങ്ങളുടെ ഏഞ്ചൽസ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ചെയ്യുക. കോഡ് കട്ടിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷേ കോഡ് കട്ടിങ് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് പണി കിട്ടുന്ന ഒരു സംഭവമാണ് ഈ കോഡ് കട്ടിങ്. അതൊരു 3 മണിക്കൂറെങ്കിലും പ്രോസസ്സിങ് എടുക്കുന്ന ഒരു സംഭവമാണ് കോഡ് കട്ടിങ്. പിന്നെ ഇതിപ്പോൾ ഒരു ജനറൽ റീഡിംഗ് ആണ്. വെട്ടൊന്നു മുറി രണ്ടെന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് എല്ലാവരും കോഡ് കട്ടിങ് ചെയ്യല്ല. നിങ്ങളുടെ എനർജി മനസ്സിലാക്കി നിങ്ങൾ റീഡിംഗ് എടുത്ത് അതിലൂടെ വ്യക്തമായിട്ട് കാര്യങ്ങളെ എന്താണ് കാര്യം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓരോന്നിലേക്കും കടക്കാൻ. നിങ്ങൾ കടക്കണം, അതാണ് നിങ്ങളുടെ കാര്യം. അല്ലാതെ വെറുതെ ടെൻഷൻ അടിച്ച് വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ചെയ്താൽ മാത്രമേ, നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾക്കുള്ളത് കിട്ടത്തുള്ളൂ. ഓക്കെ, വെറുതെ ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ടോ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടോ അവിടെ കാര്യമില്ല. മാറ്റങ്ങൾ വരും, അത് പക്ഷേ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് കൊണ്ട് പോവുകയും ചെയ്യും. ഓക്കെ, സോ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് എൻ്റെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. വളരെ കറക്റ്റായിട്ടുള്ള എനർജിയിൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ കാര്യം വ്യക്തമായിട്ട് മുന്നോട്ടേക്ക് പോവുക കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. ഇപ്പം എൻ്റെ അടുത്തുനിന്ന് മാത്രം എടുക്കണമെന്നില്ല, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ളൊരു സോൾ കണക്ഷൻ ആയിട്ടുള്ള ടാരറ്റ് റീഡേഴ്സ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആരടുത്തു നിന്നാണോ എടുക്കാൻ തോന്നുന്നത് അവരടുത്ത് എടുക്കുക. ഓക്കെ, ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല എൻ്റെ അടുത്തേക്ക് വാ എന്ന്. ഓരോരുത്തർക്കും ഓരോരോ സോൾ കണക്ഷൻസ് ഓരോ അടുത്തേക്കും ഉണ്ടായിരിക്കും, അവരുടെ അടുത്തേക്ക് പൊക്കോളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു റീഡിങ്ങിലേക്ക് കടക്കുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.